രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആശാനിൽ സവിശേഷമായിട്ട് കാണുന്നത്. ഒന്ന്, തത്വചിന്താപരമായ ആശാൻ്റെ ഒരു നിലപാടാണ്. ഏകകാര്യം അഥവാ ബഹുത്തമാം ഏകഹേതു ബഹു കാര്യകാരിയാം എന്ന വരികൾ കൊണ്ട് അത് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒന്നിന് അനവധി കാരണങ്ങളുണ്ട്, ഒന്നിന് അനവധി ഫലങ്ങളും ഉണ്ടാകാം. ഇങ്ങനെ നിരവധി ഫലങ്ങളിലേക്കും നിരവധി കാരണങ്ങളിലേക്കും പ്രമേയങ്ങളെ വികസിപ്പിച്ചു എന്നതാണ് ആശാൻ ചെയ്ത ഒരു സവിശേഷമായിട്ടുള്ള കാര്യം. രണ്ടാമത് പറയാനുള്ളത് ആശാൻ്റെ സ്ത്രീപക്ഷ സമീപനം ആണ്. സ്ത്രീ വാസ്തവത്തിൽ പ്രാതിഥ്യ സ്വഭാവത്തോടു കൂടി പ്രത്യക്ഷപ്പെടുന്നത് ആശാൻ്റെ കൃതികളിൽ ആണ്. മനുഷ്യൻ എന്ന പദം പുല്ലിംഗ പ്രത്യയാന്ത പദമായ ഇതിന് കാരണം സ്ത്രീ മനുഷ്യനല്ലാതായിത്തീർന്നു എന്നും പ്രാതിനിധ്യ സ്വഭാവം സ്ത്രീക്കില്ല എന്നതും ആണ്. ഒരു പക്ഷേ ഒരു പരിധി വരെ ദമയന്തി മാത്രമായിരുന്നു അതിനു മുമ്പ് മനുഷ്യ പ്രാതിനിധ്യം നേടിയ ഒരു സ്ത്രീ. കുമാരനാശാൻ്റെ കാവ്യങ്ങളിൽ സ്ത്രീകളിലൂടെയാണ് മനുഷ്യവ്യഥകൾ കുമാരനാശാൻ ആഗ്രഹിച്ചത്. അങ്ങനെ മനുഷ്യവ്യഥകൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നരകം സർവം അടുത്തറിഞ്ഞ സീതയെ ആശാൻ ഉപയോഗിക്കുന്നത്. അവഗണിതരായ, പീഡിതരായ എല്ലാ മനുഷ്യരെയും പ്രതിനിധാനം ചെയ്യാൻ സ്ത്രീയിലൂടെയാണ് കുമാരനാശാൻ ശ്രമിക്കുന്നത്. കുമാരനാശാൻ്റെ മികച്ച ചിന്തകളെല്ലാം തന്നെ സ്ത്രീയെ മുൻനിർത്തിയോ സ്ത്രീയിലൂടെയോ പുറപ്പെടുന്നവയാണ്. അങ്ങനെ സ്ത്രീയെ മുഖ്യ മനുഷ്യനായി കാണുന്ന ഒരു പ്രവണത അതുവരെ സ്ത്രീയെ തമസ്കരിച്ച ഒരു കാവ്യരീതിയോടുള്ള ഒരു നിഷേധം ആയിരുന്നു എന്ന് കാണാം. ഇത് വലിയ പ്രത്യേകതയുള്ള ഒന്നാണ് എന്ന് കാണാം. അതുകൊണ്ട് കുമാരനാശാൻ്റെ സീത, ഇപ്പോൾ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ഏത് രാമായണത്തിലാണ് സീത രാമനെ പിന്തുടരാതിരുന്നിട്ടുള്ളത്? ആദ്യമായി രാമനെ പിന്തുടരാതിരുന്നിട്ടുള്ള കേരളീയ കാവ്യം ചിന്താവിഷ്ടയായ സീത ആണ്. ചിന്താവിഷ്ടയായ സീതയിൽ പ്രിയരാഘവ വന്ദനം ഭവാന് ഉയരുന്നു ഭുജ ശാഖ വിട്ട് ഞാൻ എന്ന് പറയുന്നു. അങ്ങനെ ഈ യാത്ര, ഈ ഉയർച്ച, സ്വത്വത്തിലേക്കുള്ള ഈ വളർച്ച, ഈ തൻ്റെടം, നിഴലിൻ വഴി പൈതൽ പോലെ പോയി ഉഴറാ ഭോഗമിരുന്ന് ഞാനിനി എന്നത് ലീലയിൽ കാണാം, എന്നത് നളിനിയിൽ കാണാം. കുമാരനാശാൻ്റെ ഏതാണ്ട് തീർച്ചയായിട്ടും ചണ്ഡാല ഭിക്ഷുകിയിൽ കാണാം. ഒരു ദിവസം ഇങ്ങനെ ജാതി ചോദിച്ചതില്ല ഞാൻ സോദരി എന്നൊരു സന്യാസി പറഞ്ഞപ്പോൾ ജാതിക്കതീതമായിട്ടുള്ള ഒരു നിലപാട് എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് താൻ പോകണം എന്ന തീരുമാനത്തെ പിറ്റേന്ന് അങ്ങോട്ടേക്ക് പോകുന്ന അത്രയും സ്വന്തം ബുദ്ധി പ്രകാശിപ്പിക്കുക. അത് കാരണം വലിയ അത്ഭുതമാണ്. അത് വേണ്ടത്ര വിമർശകർ സ്വീകരിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാനും ദശാബ്ദങ്ങളോളം പ്രസേനജിത്തിൻ്റെ നാട്ടിൽ ജാതി വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് സാധ്യമാക്കിയത് മാതങ്കിയായിരുന്നു എന്ന വസ്തുത. ഈ വിധത്തിൽ വിപ്ലവകരമായി പ്രവർത്തിച്ച നായികമാരെ സൃഷ്ടിച്ചു എന്നതാണ് കുമാരനാശാൻ്റെ സവിശേഷത. കേരളീയമായ സംഘർഷങ്ങളിൽ നിന്നാണ് ദുരവസ്ഥ ഉണ്ടാകുന്നത്, ചണ്ഡാല ഭിക്ഷുകി ഉണ്ടാകുന്നത്, ചിന്താവിഷ്ടയായ സീത ഉണ്ടാകുന്നത്. മറ്റൊരു പ്രദേശത്തിൻ്റെയും സംഘർഷങ്ങളിൽ നിന്ന് ഒരു പക്ഷേ ഉണ്ടാകാനിടയുള്ളതല്ല ഇത്. 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ കേരളത്തിൽ ഒരു വലിയ സമ്മർദ്ദമായി തീർന്നപ്പോഴാണ് കുമാരനാശാൻ ചണ്ഡാല ഭിക്ഷുകി എന്ന് പറയുന്ന കഥ, കാവ്യം ഉണ്ടാകുന്നത്. ഇതിനൊക്കെ പിന്നിലുള്ള സമ്മർദ്ദം ഒരുപക്ഷെ കേരളത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന സവിശേഷമായ അവഗണനയിൽ നിന്നാണ് ഈ സ്ത്രീപക്ഷ ചിന്ത വരെ ഉണരുന്നത്. ഇങ്ങനെ നോക്കിയാൽ കേരളീയമായ സമ്മർദ്ദങ്ങളുടെ, കേരളീയമായ അവസ്ഥയുടെ പ്രത്യാഘാതങ്ങളാണ് കുമാരനാശാൻ്റെ കൃതികളിലുള്ളത്. ഈ വിധത്തിൽ സൂക്ഷ്മമായിട്ടാണ് കേരളീയത ആശാനിൽ തിരയേണ്ടത്. കുമാരനാശാൻ്റെ കൃതികൾ
ഒരു പക്ഷേ ഇതര ഭാഷകൾക്ക് വഴങ്ങുകയില്ല എന്നതിലും കുമാരനാശാൻ്റെ കേരളീയത നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിൽ എന്നതുപോലെ കുമാരനാശാൻ പ്രകാശിക്കുകയില്ല മറ്റൊരു ഭാഷയിൽ എന്നത് മലയാള ഭാഷയിലെ ഊർജം മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. അതും അദ്ദേഹത്തിൻ്റെ കേരളീയത തന്നെ.